സ്റ്റേഷനിൽ വെച്ച് ആന്റണിയെ സച്ചി അടിക്കുന്നുണ്ടല്ലോ, അത് രേവതി പറഞ്ഞിട്ടാണെന്ന് ആന്റണി കാണുന്നുണ്ട്. അങ്ങനെ ഈ അടി കിട്ടിയതും ജയിൽവാസമൊക്കെ ആന്റണിനെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. സച്ചിയോടും രേവതിയോടുമുള്ള ദേഷ്യം അവന്റെ മനസ്സിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സച്ചിയും രേവതിയും നല്ല സന്തോഷത്തിലാണല്ലോ. ശരത്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ഫംഗ്ഷനൊക്കെ അലങ്കോലമാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി നമ്മുടെ സച്ചി നൈസായിട്ട് ശരത്തിനെ അങ്ങ് തേച്ചൊട്ടിക്കുകയും ചെയ്തു. ഇതെല്ലാം മനസ്സിലാക്കി രേവതി സച്ചിനെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്നേഹവും സന്തോഷം കണ്ടിട്ട് ആന്റണിക്ക് സഹിക്കാനൊക്കുന്നില്ല. എങ്ങനെയെങ്കിലും രണ്ടുപേരും ഒരു ദിവസമെങ്കിലും കരയണം, കരഞ്ഞ് പേടിച്ച് നിലവിളിക്കണം, പട്ടിയെ പോലെ ഭ്രാന്ത് പിടിച്ച് ഈ വഴിയെല്ലാം ഓടി നടക്കണം എന്ന് കൂട്ടാളിയോട് പറയാണ് ആന്റണി. ഒരിക്കലും ശരത്ത് ഒന്നും അറിയരുത്, അവൻ എവിടെയെന്ന് ചോദിക്കുമ്പം അവനിന്ന് കോളേജിലേക്ക് പോയിരിക്കുകയാണെന്ന് ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്. ഇതാണ് പറ്റിയ അവസരം. അവന്റെ ചേച്ചി പൂടുക്കാനൊക്കെ പോകുന്ന ആളല്ലേ, അതുകൊണ്ട് നമുക്കൊരു സൂത്രപ്പണി ഒപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആന്റണി വേറൊരു ആളുടെ ഫോണ് ഇപ്പൊ തരാന്നും പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ ഫോണാണ് കേട്ടോ. അങ്ങനെ ആ ഫോണ് വാങ്ങിക്കുകയാണ്. ഈ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഫോൺ മേടിക്കുന്നത് ചോദിക്കുമ്പം എനിക്കൊരാളെ വിളിക്കാനെന്ന് പറയുമ്പം അയ്യോ സോറി എന്റെ ഫോണിൽ ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഫോൺ തിരികെ വാങ്ങിക്കുന്നുണ്ട്. അവർക്ക് ആന്റണിയെ കാണുമ്പം ചെറിയൊരു പേടിയാകുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ആന്റണി ഓർക്കാണ്, ഇങ്ങനെ ചോദിച്ചാൽ ആരും ഇക്കാലത്ത് ഫോൺ തരില്ല, മറ്റേതെങ്കിലും മാർഗം തന്നെ കണ്ടെത്തണം. അങ്ങനെ ഇയാള് കുറച്ചധികം സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോ ഒരു പ്രായമായ സ്ത്രീയാണെങ്കിൽ അവിടെ ഫോണും വെച്ചിട്ട് ഇരിക്കുന്നത് ഒരു കാണുന്നുണ്ട് കേട്ടോ. ഈ ഡയൽ കീപാഡൊക്കെയുള്ള ഫോണാണ്. അങ്ങനെ ആ ഫോൺ പതിയെ എടുത്തുകൊണ്ട് വരികയാണ് ആന്റണി. അതിനുശേഷം കൂട്ടാളിയോട് പറയുന്നുണ്ട്, എടാ നിനക്ക് ശബ്ദം മാറ്റിയൊക്കെ സംസാരിക്കാൻ അറിയില്ലേ? പ്രായമായ ഒരു കിളവിയുടെ ശബ്ദത്തിൽ സംസാരിക്കാമെന്ന് ചോദിക്കുമ്പം അതിനെന്താണ്, ഞാൻ മോണാക്ടറൊക്കെ ചെയ്യാനുള്ളതല്ലേ, ഞാൻ ചെയ്ത് കാണിക്കാം എന്നും പറഞ്ഞിട്ട് രേവതിയെ വിളിക്കാണ്. ഇന്ന സ്ഥലത്ത് പൂവും കൊണ്ട് വരണം എന്ന് പറയുന്നുണ്ട്. അത് ഒരു അടഞ്ഞ വീടായിരിക്കും. ആ അഡ്രസ്സും കൊടുക്കാണ്. അങ്ങനെ രാവിലെ രേവതി പണിയൊക്കെ തീർത്തതിനു ശേഷം ആ പൂവുമായിട്ട് നേരെ അയാൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരു സ്ത്രീയാണ് വിളിക്കുന്നതെന്ന് കരുതിയിട്ടാണ് രേവതി സ്കൂട്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയത്ത് സച്ചിയാണെങ്കിലോ ഒരു ലോങ് ട്രിപ്പിന് പോയിരിക്കാണ് കേട്ടോ. അങ്ങനെ രേവതി അവിടെ വന്നിട്ട് കഥകിനെ മുട്ടി വിളിക്കാണ്. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ നോക്കുമ്പം അത് സ്വിച്ച് ഓഫ് കാണിക്കാണ്. കാരണം ആ ഫോണിൽ നിന്നും ആ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആന്റണി ആ ഫോൺ വലിച്ചെറിയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ തെളിവും അവൻ നശിപ്പിച്ചിരിക്കുകയാണ്. ശേഷം രേവതി ആണെങ്കിൽ ആ ഡോറിന് വന്ന് മുട്ടുന്നുണ്ട്. അവളിങ്ങനെ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നിലൂടെ വന്ന് ആന്റണിയുടെ ആ ഒരു ആളുണ്ടല്ലോ ശിങ്കിടി, അയാൾ വന്ന് ഈ ക്ലോറോഫോം മണപ്പിച്ച ആ ക്ലോറോഫോം ഒഴിച്ച ഒരു ടവലും കൊണ്ട് അവളുടെ മുഖം പൊത്തിപ്പിടിക്കുന്നുണ്ട്. കുറെ നേരം അവളെ ചേർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ബോധം കെട്ട അവസാനം താഴെ വീഴാണ്. ഈ സമയത്ത് അവളുടെ ഫോണ് ആന്റണി ആദ്യം വന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ ആന്റണിയും ആ സുഹൃത്തും കൂടിയിട്ട് അവളെ അകത്തേക്ക് കൊണ്ടുവന്നുണ്ട്. ശേഷം അവളെ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. ഈ സമയത്ത് ആ സ്കൂട്ടി അവർ കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റിയിടുന്നുണ്ട്. തെളിവുകളൊന്നും പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലമാണത്, അതുകൊണ്ട് തന്നെ CCTV ഒന്നും തന്നെ ഇല്ലാട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ പക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ആന്റണി ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആന്റണി ആ ഒരു ശിങ്കിടികളെ കൂടിയിട്ട് ആന്റണി അസിസ്റ്റന്റിനോട് കൂടിയിട്ട് അവളെ കൊണ്ടുപോയി കസേരയിൽ കയറ്റിയിടുന്നുണ്ട്. കുറെ നേരത്തിന് ശേഷം രേവതിക്ക് ബോധം വരുന്നുണ്ട്. രേവതി കണ്ണു തുറന്ന് നോക്കുമ്പോ അങ്ങനെ രേവതി കണ്ണു തുറന്ന് നോക്കുമ്പോ മുമ്പിലെങ്ങും ആരുമില്ല. തന്റെ വായില് തുണി തിരികിയിട്ടുണ്ട്. അതുപോലെ തന്നെ കസേരയില് കൈയും കാലും ഒക്കെ കിട്ടിയ നിലയിലാണ് നമ്മുടെ അവള് കിടക്കുന്നുണ്ട്, രേവതി ഇരിക്കുന്ന. ഇതേ സമയത്ത് അവൾ ചുറ്റും നോക്കുമ്പോഴും അവിടെ ഒന്നും ആരെയും തന്നെ കാണുന്നില്ല. ആന്റണി ആണെങ്കിലോ അവളിങ്ങനെ കെട്ടിട്ടിട്ട് ആ ഡോറും പൂട്ടിയിട്ട് അവളുടെ ഫോണുമായിട്ട് അവിടുന്ന് പോയിട്ടോ. കാരണം ഫോണിന്റെ സിഗ്നൽ കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് സ്കൂട്ടി എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ കൊണ്ടുപോയി ആ ഫോണും ഡംപ് ചെയ്തിട്ട് അയാളെ പോകുന്നുണ്ട്. രേവതി ആണെങ്കിലോ അലറി വിളിച്ച് കരണമെന്നുണ്ടെങ്കിലും പാവം വായിലൊക്കെ തുണി തിരികെ വെച്ചിരിക്കുകയാണല്ലോ. പക്കായിട്ട് പ്ലാൻ ചെയ്താണ് ആന്റണി ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നേരം 4 മണിയായി. രവി അപ്പൊ ഓർക്കാണ്, ഈശ്വര എന്ത് പറ്റി, രേവതി ഇതുവരെ ഉച്ചയ്ക്ക് പോലും ആഹാരം കഴിക്കാൻ വന്നില്ലല്ലോ, സാധാരണ വരുന്നതാണല്ലോ എന്നും പറഞ്ഞ് രേവതിനെ കുറെ തവണ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് രവിയാണെങ്കിൽ സച്ചിയെ വിളിക്കാണ്. അല്ല മോനെ, നിന്നെ രേവതി വിളിച്ചിരുന്നോ? ഇല്ല അച്ഛാ, അവൾ ഉച്ചയ്ക്ക് എന്നും എന്നെ വിളിക്കുന്നതാ, ഇന്ന് വിളിച്ചില്ല.
ഞാൻ ലോങ് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഇനിയിപ്പോ അതുകൊണ്ടായിരിക്കും. അല്ല മോനെ, ഞാനിപ്പോ 3-4 തവണയായി വിളിക്കുന്നു, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അയ്യോ ആണോ, ഇതുവരെ വന്നില്ലേ? ഇല്ല മോനെ, രാവിലെ ഇവിടുന്ന് പോയതാ. ആരോ വിളിച്ചു, പൂ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്. ഇതുവരെ വന്നിട്ടില്ല. സാധാരണ ഉച്ചയ്ക്ക് ആള് ഭക്ഷണം കഴിക്കാൻ വരുന്നതല്ലേ, അതിനും വന്നിട്ടില്ല. മോനെ, അവളുടെ അമ്മേനെയും സഹോദരിയൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ അവളുടെ അമ്മേനെയും ദേവുവിനെ വിളിച്ചിട്ട് ചോദിക്കാണ്, അവിടെ എങ്ങാനും വന്നോന്ന്. അയ്യോ മോനെ, ഇല്ല. രേവതി എവിടെ പോയി ചോദിക്കുന്നുണ്ട്. അതല്ല അമ്മ പേടിക്കണ്ട, അവളെ പൂ കൊടുക്കാനായിട്ട് എങ്ങോട്ട് പോയതായിരിക്കും. ഞാൻ കരുതി ഇനി അങ്ങോട്ട് വന്നെന്ന്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്നും പറഞ്ഞിട്ട് ഫോൺ കിട്ടാക്കാണ്. ദേവു പറയുന്നുണ്ട്, അയ്യോ പിന്നെ ചേച്ചി എവിടെ പോയമേ? അയ്യോ അറിയില്ല മോളെ, ഇനി ചിലപ്പോ ഫോൺ എടുക്കാതെ പൂവും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി കാണും, അതായിരിക്കുമെന്നും പറഞ്ഞ് അവനും സമാധാനിക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ആകെപ്പാടെ വെപ്രാളം പരവേശമാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരാണ് കേട്ടോ. ഈ സമയത്തെല്ലാം തുള്ളി വെള്ളം പോലും കുടിക്കാതെ ദാഹിച്ചു വലഞ്ഞ് ആ ഒരു പൂട്ടിയുടെ വീടിനകത്ത് രേവതി ഇങ്ങനെ ഇരിക്കായിരിക്കും. അവളാണെങ്കിൽ കണ്ണിനിങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഒന്ന് അളവിൽ പോലും കരയാൻ ആകാതെ അവള് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. വായിലെ ഈ തുണി എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് നാക്കുകൊണ്ട് അവളിങ്ങനെ തുണി തള്ളി 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 വിടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സച്ചിയാണെങ്കിൽ വീട്ടിലേക്ക് വരാണ്. അച്ഛാ, രേവതി എന്തെങ്കിലും ചോദിക്കുമ്പം ഇല്ല മോനെ, ഇതുവരെ വന്നില്ല. മോൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്യുന്ന നോക്ക്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന് അവൾ എവിടെയെങ്കിലും അലഞ്ഞിരിഞ്ഞ് നടപ്പുണ്ടായിരിക്കും. ഇനി പൂ വിൽക്കാൻ പറ്റാത്ത വിഷമത്തിലെ റോഡിലങ്ങാടി ഇരുന്ന് വിൽക്കുന്നുണ്ടായിരിക്കും, പോയി നോക്കുന്നു പറയുമ്പോ സച്ചി പറയാണ്, അമ്മയാണെന്നേ നോക്കില്ല, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എന്താ ചെയ്യാന്നാ പിന്നെ എനിക്കറിയില്ല. ഇവിടെ കാണാതിരിക്കുന്നത് എന്റെ രേവതിനെയാ, അതെങ്കിലും അമ്മയ്ക്ക് ഓർമ്മ വേണ്ടേ എന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. രവി പറയാണ്, നിനക്കെന്താ ചന്ദ്രേ തീരെ വിവരമില്ലേ? അവനാണെങ്കിലോ അവളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ആകെപ്പാടെ വിഷമിച്ച് നടക്കാ. അതിനിടയ്ക്കാണോ നിന്റെ ഇമ്മാതിരി വർത്താനമൊക്കെ? അതിനിപ്പോ ഞാൻ എന്തു പറഞ്ഞു? അവളെ കണ്ടില്ല, റോഡിലെവിടെങ്കിലും കാണുന്നില്ലേ പറഞ്ഞുള്ളൂ. നേരം വെളുത്ത അവളിങ്ങനെ ഇറങ്ങി പോന്നല്ലേ, പിന്നെ അവളെ എന്ത് പറയാനാ എന്നും പറഞ്ഞ് ചന്ദ്ര പറയുമ്പോ നീ ഒന്നും പറയണ്ട. ഇപ്പൊ ശ്രുതിനെ വർഷനും ഇല്ലായിരുന്നെങ്കിൽ നീ ഇവിടുന്ന് അലറി വിളിച്ചോണ്ട് ഓടുവായിരുന്നല്ലോ. അത് പിന്നെ അവരെ പോലെയാണോ ഇവള്? അവക്കെന്താ പ്രത്യേകത? ആ രണ്ടുപേരെക്കാട്ടിലും നല്ല മനസ്സാ അവളുടേത്. അധ്വാനിക്കാൻ കഴിവുള്ള കുട്ടിയാ. ശരിയാ, നിന്റെ കണ്ണില് അവൾ ഇച്ചിരി പണവും സമ്പത്തും ഒക്കെ കുറവുള്ളവളായിരിക്കും. അതൊന്നും ഒരിക്കലും ഒരു കുറവായിട്ട് കാണരുത്. മനസ്സിന്റെ നന്മയും വലിപ്പമാണ് ഏറ്റവും വലുതെന്ന് രവി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് രവിയും അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറിപ്പോവാണ്. ഈ സമയത്ത് സച്ചിയാണെങ്കിലോ അവൾ പോകുന്ന എല്ലാ റൂട്ടിലും പോയി അന്വേഷിച്ച് നോക്കാണ്. അപ്പോഴേക്ക് രവി വിളിച്ചിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, മോനെ ഇപ്പൊ സമയം 6 മണിയായി, ഇതുവരെ അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഒരു തുമ്പും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. മോന് എല്ലായിടും ഒന്നുകൂടെ അന്വേഷിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് രവി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. സച്ചി ആണെങ്കിലോ അവളുടെ വീടിന്റെ പരിസരത്തും അവൾ പോകൊണ്ട് സാധാരണ പോകാറുള്ള സ്ഥലങ്ങളിലും അവളുടെ ഫ്രണ്ട്സിന്റെയും അയലോക്കക്കാരുടെയും എല്ലാവരുടെയും അടുത്ത് പോയി അന്വേഷിക്കാണ്. എന്നിട്ടൊന്നും അവളെ കാണുന്നില്ല. ഈ സമയം സംഭവം ശരത്തും ദേവും അമ്മയൊക്കെ അറിയുന്നുണ്ട്. ശരത്ത് പറയുന്നുണ്ട്, ഇനി അയാൾ വല്ലതും പോയി അവളെ എന്തെങ്കിലും ചെയ്തു കാണും, എന്റെ ചേച്ചീനെ കൊന്നു കാണുന്നൊക്കെ പറയുമ്പം അമ്മ ശരത്തിനെ അടിക്കുന്നുണ്ട്. മിണ്ടാതിരിടാ, നിന്റെ നാക്കും കൊണ്ട് നീ എന്തൊക്കെ ഈ പറയുന്നത്? സച്ചി ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, സച്ചി ഒരു ലോങ് ഓട്ടം പോയിരിക്കായിരുന്നു, അവന് രാവിലെ വിളിച്ച് അന്വേഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ശരത്താണെങ്കിലും നേരെ പോയി ആന്റണിയുടെ അടുത്ത് പോവാണ്. എന്റെ പെങ്ങളെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ എവിടെ പോയെന്ന് ചോദിക്കുമ്പം അറിയില്ല ഏട്ടാ, എവിടെ പോയെന്നും അറിയില്ല, എല്ലാവരും തപ്പിക്കൊണ്ട് നടക്കാം. ഷോ പെങ്കൊച്ചല്ലേ, സ്കൂട്ടിയിലൊക്കെ പൂങ്ങൊണ്ടൊക്കെ നടക്കുന്നത് എല്ലാരും കാണുന്നല്ലേ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ചതിയെങ്ങാനും ചെയ്ത് കാണുമെന്നൊക്കെ പറയുമ്പോൾ അറിയില്ല, എനിക്ക് പേടിയാവുന്നെന്ന് ശരത്ത് പറയുന്നുണ്ട്. ആനയുടെ മനസ്സില് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്ലാനിങ് ഒക്കെ ഏറ്റു, എല്ലാരും അലമുറയിട്ട് ഓടി നടക്കുകയാണല്ലോ, അത് തന്നെയാ എന്റെയും ആവശ്യം. ഇന്നൊരു ദിവസം അവൾ പട്ടിണി കിടക്കട്ടെ, ഇന്ന് അവളെ കണ്ടെത്തിയില്ലെങ്കിലേ രാവിലെ പോയി തുറന്നുവിടാം എന്നും പറഞ്ഞ് അവൻ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി ആണെങ്കിലോ അവളുടെ വായിലെ ആ തുണി തള്ളിയിടുന്നുണ്ട്. അവക്കാണെങ്കിലോ ദാഹിച്ചിട്ടൊന്നും വയ്യട്ടോ. അവള് അനക്കാൻ നോക്കിയിട്ട് കസര അനങ്ങുന്ന കൂടിയില്ല. അവള് മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവള് തളർന്നു പോവാണ്. ഇനിയും അധികം ഒച്ച വെച്ചാല് തനിക്ക് ഉള്ള എനർജി കൂടി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് രവി നേരെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാണ്. എപ്പോഴാ കാണാതെ പോയെന്ന് പറയുമ്പോൾ ഇന്ന സമയത്താണെന്നും ഇന്ന സ്കൂട്ടിലാണ് പോയെന്നും ഇതാണ് നമ്പറെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ പോലീസുകാര് ആ ഫോണിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസുകാര് രവിയുടെ കൂടെ ആ ലൊക്കേഷനിലേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് സച്ചിനെ വിളിച്ചു ചേർന്നുണ്ട് നമ്മുടെ രവി.
അങ്ങനെ എല്ലാവരും കൂടി ആ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ സ്കൂട്ടി മാത്രം ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. സ്കൂട്ടിയും ഉണ്ട്, ആ ഫോണും ഉള്ളത് കാണുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയാണ്, ഇതെന്റെ ഭാര്യയുടെ സ്കൂട്ടിയാ, അവളുടെ ഫോണൂടെ ഉണ്ട്, പക്ഷെ അവളെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇവൻ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കാണ്. അപ്പൊ അടുത്തൊരു കട കാണുന്നുണ്ട് പോലീസുകാര്. അവിടെ പോയിട്ട് എല്ലാവരും കൂടി അന്വേഷിക്കുമ്പം, അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല, ഞാന് ഉച്ച കഴിഞ്ഞാണ് കടയിലേക്ക് വന്നത്. ഞാൻ വന്നപ്പോ തൊട്ടേ ആ സ്കൂട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചത്. കുറെ നേരമായിട്ടും ഞാൻ അത് തന്നെ നോക്കായിരുന്നു, പക്ഷെങ്കില് പിന്നെ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് വൈകുന്നേരമാണ് നല്ല കച്ചവടം ഉള്ളത്. ആ കച്ചവടം ആയപ്പോനെ ഞാൻ തിരക്കായിരുന്നു. ഇവിടെ കാണാൻ വന്നു പോകുന്ന ആരെങ്കിലും ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. അല്ല, ആ സ്കൂട്ടി അടുത്തേക്ക് ആരെങ്കിലും വരുന്നതായിട്ടോ പോകുന്നതായിട്ടോ എല്ലാം കണ്ടോന്ന് ചോദിക്കുമ്പോ, ഇല്ല സാറേ, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും രവിയും എല്ലാവരും പോലീസുകാരും ആകെപ്പാട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കാണ്. ഇതെവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. ഫോണ് അവളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ ലൊക്കേഷൻ വെച്ച് അവളെ ട്രേസ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഫോണും വണ്ടിയും ഒരു സ്ഥലത്തുണ്ട്, അവൾ എവിടെയെന്ന് കാണുന്നുമില്ല. അങ്ങനെ ആ ഏരിയയിലുള്ള എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കാൻ പോലീസുകാർ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പല സ്ഥലങ്ങളിലായിട്ട് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ആണെങ്കിലോ വല്ലാതെ അലമുറയിട്ട് അവളെല്ലാം ഓടി നടന്ന് ഒരു ഭ്രാന്തനെ പോലെ നോക്കുന്നുണ്ട് തന്റെ രേവതിക്ക് വേണ്ടി. ഈ സമയത്ത് ആനനെ അതിലെ വണ്ടിയും കൊണ്ട് വരാണ്. അവന്റെ ഈ ഒരു പ്രകടനവും ഈ ഒരു വിഷമവും ആ ഒരു ടെൻഷനും ഒക്കെ കണ്ടിട്ട് ആനനിക്ക് നല്ല സമാധാനമാകുന്നുണ്ട്. ആനന് മനസ്സിൽ പറയുന്നുണ്ട്, നീ എന്നെ കുറെ ഇട്ട് കഷ്ടപ്പെടുത്തിയതാ. അവള് പറഞ്ഞിട്ട് എല്ലാരും മുമ്പ് വെച്ച് നീ എന്നെ തല്ലിയില്ലടാ, അനുഭവിക്ക്. നിന്റെ ഭാര്യ തുള്ളി വെള്ളം പോലും കിട്ടാതെ അവിടെ കിടന്ന് അനുഭവിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആനനി പോകുന്നുണ്ട്. ഈ സമയത്ത് അതിലേ വന്ന ഈ രേവതിയുടെ ലാസ്റ്റ് കോളൊക്കെ ഇവർ ചെക്ക് ചെയ്ത് നോക്കാണ് കേട്ടോ പോലീസുകാര്. അങ്ങനെ ആ നമ്പറിന്റെ ഉടമസ്ഥനെ കണ്ടെത്തുന്നുണ്ട്. അപ്പോ അവര് പറയുന്നുണ്ട്, രാവിലെ ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്റെ ഫോണ് കാണാതെ പോയി, പിന്നെ എന്റെ ഫോണ് കിട്ടിയിട്ടില്ല എന്നും ആ പ്രായമായ സ്ത്രീ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയാണ്, സാറേ, ഇത് മനഃപൂർവ്വം ചെയ്തതാണല്ലോ. ആ സ്ത്രീ എന്തായാലും മുല്ലപ്പൂവിനോട് വിളിച്ചിട്ടില്ല എന്നും അവര് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരോ മനഃപൂർവ്വം അവളെ കുടുക്കിയതാണ് സാധ്യത. കണ്ടോ, അവരുടെ ഫോണിൽ നിന്നും ആ കോള് ചെയ്തു, ശേഷം സ്വിച്ച് ഓഫ് ആക്കി ആ ഫോൺ ഡംപ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ആരോ മനഃപൂർവ്വം കളിയാണ് സാറേ. എന്റെ ഭാര്യനാരും ചതുക്കുഴി വീഴ്ത്തിയതാണെന്നും പറഞ്ഞ് സച്ചി കരയുന്നുണ്ട്. പോലീസുകാരൻ പറയുന്നുണ്ട്, സാരയില്ല, തന്നെയാണ് CCTV ഒക്കെ കാണിച്ച് രക്ഷപ്പെടുത്തിയ കുട്ടിയല്ലേ, അവൾ അങ്ങനെയൊന്നും ഒരു ചതിയിലും വീഴില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അവൾ രക്ഷപ്പെടും എന്നും പറഞ്ഞ് പോലീസുകാരൻ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് അന്വേഷിക്കാമെന്നും പറയാണ്. അങ്ങനെ ആ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഇവര് അവിടുത്തെ CCTV ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഒരു ബസ് സ്റ്റാൻഡ് സ്ഥലത്ത് വെച്ചാണ് ആ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോണ് നമ്മുടെ ആന്റണി അടിച്ചു മാറ്റുന്നത്. അങ്ങനെ CCTV ചെക്ക് ചെയ്യുന്ന സമയത്ത് ആന്റണി ഇതുപോലെ പോയിട്ട് ആ സ്ത്രീയുടെ ഫോൺ അടിച്ചു മാറ്റുന്നതും CCTV കാണുന്നുണ്ട്. അയ്യോ സാറേ, ഇത് അവനാ, അന്ന് തന്നെ എന്റെ ഭാര്യ CCTV എടുത്തത് ഇവനാണെന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്ത് സാറിനെ അറസ്റ്റ് ചെയ്തില്ലേ, അവനാ സാറേ എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ, ഇത് ആന്റണി ആണല്ലോ എന്ന് പോലീസും പറയുന്നുണ്ട്. എല്ലായിടത്തും പക്കായിട്ട് തന്നെ നമ്മുടെ ആന്റണി പ്ലാൻ ചെയ്തു. പക്ഷെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ആ സ്ത്രീയുടെ ഫോൺ എടുക്കുന്ന സമയത്ത് മാത്രം അത് ചിലന്ന് പാളിപ്പോയി കേട്ടോ. ഒന്നും ശ്രദ്ധിക്കാതാണ് ആന്റണി അത് ചെയ്ത് സൂക്ഷ്മമായിട്ട് ഫോൺ കൊണ്ട് ഡംപ് ചെയ്ത് കളഞ്ഞെങ്കിൽ പോലും അവിടെ CCTV ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ആന്റണി ഓർത്ത് കാണില്ല. അങ്ങനെ ആന്റണി ആണെന്നുള്ള സത്യം ഇവര് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആന്റണിയെ അന്വേഷിച്ച് പോലീസും സച്ചിയും രവിയും എല്ലാം കൂടെ കൂടിയിട്ട് ആന്റണിയുള്ള ആ ഗോഡൌണിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം ശരത്താണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചേച്ചി കാണുന്നില്ലെന്ന് പറഞ്ഞ് ആന്റണിയോട് പറഞ്ഞുകൊണ്ടിരിക്കായിരിക്കും. അങ്ങോട്ടേക്ക് വണ്ടി നിർത്തി ഓടി വന്ന് സച്ചി ആന്റണിയെ എടുത്തിട്ട് അലക്കാണ്. പോലീസുകാർ വന്ന് സച്ചിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. എങ്കിലും അവൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വീണ്ടും അവനെ ആക്രമിക്കാണ്. ഒരു വിധത്തിൽ പോലീസുകാര് മാറ്റി നിർത്താണ് സച്ചിനെ. ശരത്ത് ചോദിക്കാണ്, സച്ചിയേട്ടനായിരിക്കും എന്റെ ചേച്ചിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്തത്, എന്നിട്ട് എന്തിനാ ആനലിനും വെക്കിട്ട് കയറുന്ന ചോദിക്കുമ്പോൾ പോലീസുകാർ പറയാണ്, നിനക്ക് നാണമില്ലടാ, ഞങ്ങളെ CCTV കണ്ടു, നിന്റെ ചേച്ചീനെ ഫോൺ ചെയ്ത് വിളിച്ചതും മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതും ദാ ഈ നിൽക്കുന്ന ആന്റണിയാണെന്ന് പറയുമ്പം ആന്റണി പറയാണ്, അയ്യോ സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയ കൂടിയില്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ. ശരത്ത് ഒന്ന് പറയുമ്പോഴാ ഞാൻ അറിയുന്നത്, അല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ല എന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നിനക്ക് കാണാമെന്ന് ചോദിച്ചിട്ട് ആ CCTVയുടെ ഫുട്ടേജിന്റെ കോപ്പി സച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ആ സ്ത്രീയുടെ ഫോണ് ആന്റണി പോയി മോഷ്ടിക്കുന്നതും ശേഷം അതിനിങ്ങനെ ആരെയോ കോള് ചെയ്യുന്നതും അതിനുശേഷം അതുകൊണ്ടായി സ്വിച്ച് ഓഫ് ആക്കി എറിയുന്നതും ഒക്കെ ആ CCTVയിൽ വ്യക്തമായിട്ടുണ്ട്. ആ ഫോണിൽ നിന്നാണ് നിന്റെ ചേച്ചിനെ അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത്. കണ്ടോ, ആ സ്ത്രീയും പറഞ്ഞിട്ടുണ്ട് ഫോണ് അവരുടെ മോഷണം പോയിന്ന്. ആ സ്ത്രീ തന്നെയാണ് ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത്, അതും കാണുന്നു പറഞ്ഞിട്ട് എല്ലാം ശരത്തിനെ കാണിച്ചു കൊടുക്കാണ്.
അങ്ങനെ ശരത്തിന് ആന്റണി തന്നെ ചതിക്കാനെന്നും തന്റെ ചേച്ചീനെ ആന്റണിയാണ് ഒളിപ്പിച്ചെന്നുള്ള കാര്യങ്ങളും ശരത്തിന് മനസ്സിലാകുന്നുണ്ട്. ശരത്തപ്പം ആനന്ദിന്റെ കവളത്തൊന്ന് പൊട്ടിച്ച് ചോദിക്കാണ്, എവിടെടാ എന്റെ ചേച്ചി എവിടാന്ന് ചോദിച്ചിട്ട് ഷർട്ടിനെ കുത്തി പിടിക്കുന്നുണ്ട്. ആനന്ദിനെ പോലീസുകാരും നന്നായി പെരുമാറുന്നുണ്ട്. സത്യം പറടാ എവിടാ കുട്ടീന്ന് ചോദിക്കുമ്പോഴേക്കും ആ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റിനെ പിടിച്ചിട്ട് പോലീസുകാര് നന്നായി വരട്ടുന്നുണ്ട്. നല്ല ഇടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം ഇടിച്ചിടിച്ച് ഇഞ്ചി പരുവാകുമ്പം അവൻ പേടിച്ചിട്ട് അയാൾ വിളിച്ച് പറയാണ്, ഇന്ന പോലെ ഒരു ഗോഡൌണില് അവളെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ട് സച്ചി ആകെപ്പാട് വിറയ്ക്കുന്നുണ്ട്. സച്ചിൻ രവി മോനെ പെട്ടെന്ന് വണ്ടി എടുക്കുന്നത് പറയാണ്. പോലീസുകാരും ആനന്ദിയെയും ശരത്തിനെയും എല്ലാം കൂട്ടിക്കൊണ്ട് നേരെ ആ ഗോഡൌണിലേക്ക് പോകുന്നുണ്ട്. സമയം ഏകദേശം രാത്രി 9 മണിയായിട്ടുണ്ട് കേട്ടോ. ആകെപ്പാടെ ദാഹിച്ചു അലന്ന് വിശന്ന് തളർന്ന് ഒന്നും വയ്യത്തൊരവസ്ഥയില് ആ കസേരയിൽ തന്നെ ഇരിക്കാണ്. ആ സമയത്തും എന്നെ സച്ചിയുടെ വരുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ രേവതി ഇരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ സച്ചി ഓടി വന്ന് ആ കഥവ് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറാണ്. നോക്കുമ്പം ഒരു കസേരയിൽ കെട്ടിട്ടിരിക്കുന്ന രേവതിനെ കാണുന്നുണ്ട്. രേവതി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് സച്ചി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയറുകളെല്ലാം അഴിക്കാണ്. ശരത്തും വന്ന് ചേച്ചീനെ വിളിച്ച് അവളെ ഉണർത്തുന്നുണ്ട്. പകുതി ബോധം പറഞ്ഞ അവസ്ഥയിലായിരുന്നു കേട്ടോ നമ്മുടെ രേവതി. അപ്പോഴേക്കും പോലീസിൽ ഒരാൾ വന്നിട്ട് അവൾക്ക് വെള്ളം കൊടുക്കുകയാണ്. അവള് വെള്ളം കുടിക്കുമ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആകുന്നത്. സച്ചിയേട്ടാന്നും പറഞ്ഞിട്ട് സച്ചിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രേവതി നിനക്ക് എന്താ പറ്റിയേ, എന്നാ സംഭവിച്ചെന്ന് ചോദിക്കാണ്. സച്ചിയേട്ടാ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പൂ വേണമെന്ന് പറഞ്ഞ് ഈ അഡ്രസ്സ് പറഞ്ഞു. ഞാൻ എങ്ങനെ ഈ അഡ്രസ്സിൽ ഇവിടെ വന്ന് വാതിൽ കൊട്ടിയപ്പോ പിന്നീന്ന് വന്ന് എന്നെ ആരോ എന്തോ ഒരു തുണി കൊണ്ട് മുഖം പൊത്തി. അങ്ങനെ ഞാൻ ബോധം കിട്ടുപോയി. ഞാൻ കണ്ണു തുറന്നപ്പോ ഇതാ ഞാൻ ഈ കസേരയില് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കാണ്. രാവിലെ ഏകദേശം 11 ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് ഉറപ്പാ. ശേഷം ഇത്രയും നേരം എന്നോട് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആരാണെന്നും അറിയില്ലെന്ന് പറയുമ്പം ആരാന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു രേവതിന്ന് സച്ചി പറയുന്നുണ്ട്. ആന സച്ചിവെള്ളം ചോദിക്കുമ്പോ ദാ ഇവനാ ഈ ആനനെന്ന് പറഞ്ഞുകൊണ്ട് ആനനെയും ആ സഹായിയെയും കൂടി അങ്ങോട്ടേക്ക് പോലീസുകാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും രൂക്ഷമായിട്ട് ശരത്തിനെ നോക്കാണ് രേവതി. ശരത്താണെങ്കിലോ തലകുടിച്ച് നിൽക്കുന്നുണ്ട്. ചേച്ചിക്ക് വല്ലതും പറ്റിയെന്ന് ചോദിക്കുമ്പോ നിന്റെ ആനനോട് ചോദിച്ചു നോക്ക്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആനനെയല്ലേ, അവനോട് ചോദിക്കുന്ന ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് രേവതി. അവനാണെങ്കിലോ ഒന്നും മിണ്ടാമയാ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആനയോട് പോയിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ കുടുംബത്തിലും പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ ആരെയും കൊണ്ട് നീ ഇങ്ങനെ കൂട്ടിയിടൂടാ, നിനക്കൊക്കെ മനസ്സാക്ഷി എന്ന സാധനമില്ലേ? ഒരു സ്ത്രീയായ എന്നെ കൊണ്ടുവന്ന് പൂട്ടിയിട്ട് ഇത്രയും നേരം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. ഇവിടെ കിടന്ന് ചത്തോട്ടനല്ലേ നീ കരുതിയത് എന്നും പറഞ്ഞ് രേവതി അവനെ വഴക്ക് പറയുന്നുണ്ട്. സച്ചി പറയാണ്, സാറേ ഇവനെ കൊണ്ട് വെറുതെ ജയിലിടണ്ട, എന്റെ തന്നേരെ അവന്റെ കാര്യം ഞാൻ തീർത്തോളാം. വേണ്ട സച്ചി, ഇവന് വേണ്ടതേ ഞങ്ങൾ കൊടുത്തോളാം. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് നാടേടി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കൊടുത്ത് ഇവന് ഞങ്ങൾ പൂട്ടിക്കോളാം. വധശ്രമവും തട്ടിക്കൊണ്ട് പോകലും എല്ലാ കേസും കൂടി ഞങ്ങൾ ഇവന്റെ മേലെ ചാർജ് ചെയ്തോളാം. ഒരു റിട്ടേൺ കംപ്ലൈന്റ് മാത്രം എഴുതുന്നാ മതിയെന്ന് രേവതിയോടും സച്ചിയോടും പറയുന്നുണ്ട്. അങ്ങനെ രവിയും ശരത്തും സച്ചിയും കൂടെ കൂടിയിട്ട് രേവതിനെ അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ രേവതി സേഫ് ആയിട്ട് അവളെ കൊണ്ട് വീട്ടിലെത്തിക്കാണ് കേട്ടോ. ശേഷം സച്ചി അവർക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കാണ്. ചന്ദ്രൻ പറയുന്നുണ്ട്, ഇവരുടെ അഹങ്കാരം കാരണമല്ലേ, മര്യാദക്ക് വീട്ടുജോലി ചെയ്തിരുന്നാ മതിയല്ലോ, അതിന് പൂവ് എടുത്തോണ്ട് രാവിലെ ഇറങ്ങും, പിന്നെ എങ്ങനാ കണ്ണീ കണ്ടവന്മാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ ചന്ദ്രൻ പറയുമ്പോ രവി പറയാണ്, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് പേടിച്ചിട്ട് പെൺകുട്ടികൾക്ക് പുറത്തുപോയി ജോലി ചെയ്യണ്ടേ, അവർക്ക് അധ്വാനിച്ച് ജീവിക്കണ്ടേ, അതിന് ഇങ്ങനെയുള്ള കുറെ അവന്മാരൊക്കെ തടസ്സം കാണും, അതൊക്കെ നിയന്ത്രിച്ചും അതൊക്കെ സഹിച്ചും വേണം പെൺകുട്ടികള് ശക്തിയോടെ മുന്നോട്ട് വരണമെന്നും അച്ഛൻ പറയുന്നുണ്ട്. സച്ചി പറയാണ്, അതേ രേവതി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിനക്കിനി ഒരാപത്ത് സംഭവിക്കില്ല. ഇനി ആരാണോ നിന്നെ വിളിക്കുന്നത് അവരെല്ലാം ട്രൂ കോളർ നോക്കി അത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ അത് ഒറിജിനൽ ആണെന്നൊക്കെ കൺഫേം ചെയ്യണം. ഇതുപോലെ പല ആപത്ത് സംഭവിക്കും. അതിനു മുന്നേ നീ എങ്ങോട്ടാ പോണേന്ന് എനിക്കൊരു ലൊക്കേഷൻ ഇട്ടേക്ക്, ഞാൻ അന്വേഷിച്ചോളാം. നിന്റെ പിന്നാലെ കണ്ട് ഞാൻ എപ്പോഴും ഉണ്ട്, നിന്റെ കൂടെ ഞാനും ഉണ്ടെന്ന് പറയുമ്പോ രവി പറയുന്നുണ്ട്, സച്ചി ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും നീ ഇതായിട്ട് നിൽക്കരുത്, നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. പിന്നെ ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് തന്നെ മോളിനി ഒരിക്കലും വിഷമിക്കണ്ട എന്നും പറഞ്ഞ് രവിയും സമാധാനിപ്പിക്കുന്നുണ്ട്.